വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയോടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാം. ഇതിലല്ല അതെ അതില് സുനി പണ്ട് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവന്റെ എൻട്രി. സുനിയാറിന് എന്റെ നല്ലൊരു വീഡിയോ ആണ് പോയത്. ഒരു പഞ്ചവർണ്ണ തത്ത പോലത്തെ ഒരു ബസ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ഇതാണ് നമ്മുടെ അണ്ണൻ. പുള്ളിക്കാരൻ ചില്ലറക്കാരനല്ല, ബസ് ഓടിച്ചോണ്ട് വർത്താനൊക്കെ പറയും. എനിപ്പോ ഞാനൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. ഈ കാണുന്നതാണ് കേരളം, ഇത് കർണാടക, അത് കേരളം കർണാടക, ഒരു സംഭവം തന്നെ. ഇതിപ്പോ ഇവിടെ പരിചയപ്പെട്ട മുതലാണ്. ചെക്കനെ കുറച്ച് നാളാണെങ്കിൽ വ്ലോഗിന് വേണ്ടി പറഞ്ഞപ്പോ ചെക്കൻ അഭിനയിക്കാം. പിന്നെ അങ്ങോട്ട് ചെക്കൻ നാച്ചുറൽ ആക്ടിങ് കൊള്ളാടെ മോനെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലൂടെ യാത്ര തുടങ്ങി. എന്നിട്ടൊന്നും ഇവർക്കാർക്ക് ഒരു പേടിയില്ല. എന്തിനു പേടിക്കണം, ഞാനല്ലേ ഈ മുമ്പിൽ ഇരിക്കണേ. ഇതെല്ലാം എന്റെ ആക്ടിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഓടി ഓടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണ്ടി നിർത്തി. കുറച്ച് കാത്തിരുന്ന എന്താ നല്ല കരിഞ്ഞു പോയ മസാല ദോശ കിട്ടിയില്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് രാവിലെ തന്നെ. ഇനി അങ്ങോട്ട് എന്താണോ എന്തോ. ഈ പുള്ളിനെ കാണാൻ വിരാട് കോഹ്ലി കണ്ടില്ലേ, ഉണ്ട് സൂക്ഷിച്ചു നോക്ക്. അവിടുന്ന് നേരെ അടുത്ത സ്പോട്ടായ പമ്പിലേക്ക് പോയി. എല്ലാവരും കണ്ടോ ഇങ്ങനെയാണ് ബസ്സിന് ഡീസൽ അടിക്കുക. ഇവിടെ എന്തോ കാര്യം ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് എന്റെ പണി നോക്കട്ടെ. എത്ര തലകളല്ലേ കേരളത്തിലേക്ക് ഒന്ന് വരാൻ നിൽക്കേണ്ട മോനെ, പോക്കറ്റ് കയറും. അങ്ങനെ മൈസൂരിലെ വെറൈറ്റി സ്ഥലമായ സൂരത്തി. ഇതാണ് മെയിൻ ഗേറ്റ്, പക്ഷെ അതിലൂടെയാണ് കയറേണ്ടത്. ഈ കുതിരന്റെ വീഡിയോസ് കാണാറുണ്ട് തോന്നുന്നു. കണ്ടില്ലേ എന്നെ കണ്ടപ്പോ തലയാട്ടി കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കൊടുക്കത്തെ ചൂടും കറുത്ത റെസിറ്റോണ്ട് ഭാഗ്യം ചൂട് അങ്ങനെ അറിയുന്നില്ല. എനിക്ക് ഇതിനകത്ത് നമ്മളെന്തിനാ റോഡ് ക്രോസ് കണ്ടതുകൊണ്ട് വഴി അപ്പുറത്തേക്ക് പോകുന്ന നേരെ അപ്പുറത്ത് അവിടെ നിന്ന് കയറിയ പോരെ. ഇവിടെ ടിക്കറ്റിന് കുട്ടികൾക്ക് 50, മുതിർന്നവർക്ക് 100 ആണ്. കുട്ടികൾക്ക് 50 ആയതുകൊണ്ട് ഞാനൊരു 50 ടിക്കറ്റ് എടുത്തു. ഇതിനകത്ത് മരപ്പെട്ടി മുതൽ അനാക്കൊണ്ടവരുണ്ട്. ചെക്കനൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അവനിപ്പോ നിൽക്കുന്നത് അവന് പോലും തിരിയുന്നില്ല. ഇപ്പൊ പറഞ്ഞൊക്കെ സമയമില്ല, 5 കിലോമീറ്റർ ആയിട്ട് നടക്കാനുണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ഓക്കെ ബൈ, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.